നമ്മുടെ വാസ്തുപ്രകാരം പറയുന്നത് എന്താണ്? നമുക്ക് ഈശാന്യത്തിൽ ഇവിടെ ഡോർ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ഞാനും അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഫ്ലൈങ് സ്റ്റാർ 4-3 കോമ്പിനേഷൻ ആണെങ്കിൽ ഈ വീട് എന്നും കലഹവും വഴക്കും കേസും ഉള്ള വീടുകളാവാൻ സാധ്യത വളരെ 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 കൂടുതലാണ്. നിങ്ങൾ താമസിക്കുന്ന വീടാകട്ടെ, ഫ്ലാറ്റ് ആകട്ടെ, വില്ല ആകട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ ധനകാര്യ സ്ഥാപനമോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതോ സ്ഥാപനമോ എന്തോ ആയിക്കോട്ടെ, ഓരോ കെട്ടിടത്തിനും ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഉണ്ട്. ആ ഫ്ലൈങ് സ്റ്റാർ നമ്പർ കണ്ടുപിടിച്ചാൽ, ഇപ്പം നിങ്ങളുടെ ഉദാഹരണത്തിന് നിങ്ങളുടെ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുത്തു. ഒരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിൽ എവിടെ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ വരുന്നോ അവിടെ നിൽക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പറിനെ വെച്ചിട്ട് ആ വീടിൻ്റെ സ്വഭാവം പറയാൻ പറ്റും. ഞാനൊരു 3 ഫ്ലൈങ് സ്റ്റാർ നമ്പറിനെ പറ്റി പറയാം. ഒന്ന്, ഇവിടെ നിങ്ങൾ ദിക്കുകൾ നോക്കണ്ട, പിന്നെ വാസ്തുവിൻ്റെ നിയമങ്ങളും നോക്കണ്ട. ഫെങ്ഷുയെ പറ്റിയാണ് പൂർണ്ണമായിട്ടും പറയുന്നത്. ഫെങ്ഷുയുടെ ഫ്ലൈങ് സ്റ്റാർ നമ്പറിന് അതിൻ്റെ കറക്റ്റ് പവർ ഉണ്ട്. അത് അതാത് സ്ഥലത്ത് കാണിക്കും, ഏത് ദിക്കിലായാലും. ഇവിടെ ഒരു 3 ഞാൻ പറയാം. ഈ ഫ്ലൈങ് സ്റ്റാർ ദിക്കിൽ, അതായത് ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ പ്രധാന ഡോർ ഉണ്ടെന്ന് കരുതുക. അപ്പം വാസ്തുപ്രകാരം ഇവിടെ എന്താണ്? ഉച്ചത്തിലാണ്. അതായത് പടിഞ്ഞാറ് ദർശനം എന്ന് കരുതുക. അവിടെ ഉച്ചത്തിലാണ് ഡോർ ഇരിക്കുന്നത്. അവിടെ വന്നിരിക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പർ 25 ആണ്. ഈ വീട് ടോട്ടൽ ലോസ് ആണ്. എവിടെ ഈ താമസക്കാർ എന്ത് ചെയ്താലും നഷ്ടം 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 എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ വീടിൻ്റെത്. ഇത്തരത്തിൽ ഒരുപാട് വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുത്തിട്ട് അവരുടെ അടുത്ത് ഒരൊറ്റ ചോദ്യം ചോദിക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ വീട് വെച്ച് താമസമാക്കിയ അന്ന് മുതൽ നിങ്ങൾക്ക് എന്തിൽ തൊട്ടാലും നഷ്ടമാണോ? ശരിയാണ് സാറേ, എന്തിൽ തൊട്ടാലും നഷ്ടമാണ്. അതെന്താണ് ഞാൻ ചോദിച്ചത്? ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ കണ്ടുപിടിച്ചതുകൊണ്ട് മാത്രമാണ് ചോദിച്ചത്. വേറെ ഒരു കാര്യവും ഞാൻ അടുത്ത് ചോദിച്ചില്ല. ആ സൈറ്റിൽ ചെന്നപ്പോൾ മാത്രമാണ് അവരെ കാണുന്നതും അവരുടെ വീട് കാണുന്നതും അവരുടെ പ്ലാൻ കാണുന്നതും. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ചോദിച്ചിട്ടില്ല, അവരുടെ നാളും ചോദിച്ചിട്ടില്ല. ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ മാത്രം എടുത്തുകൊണ്ട് ആണ് ഞാൻ ഈ ഒരൊറ്റ ചോദ്യം അവിടെ ചോദിച്ചത്. ഇനി അതേ നമ്പർ അവരുടെ ഇവിടെ വന്നെന്ന് കരുതുക. ഇവിടെ അവരുടെ പ്രധാന എൻട്രൻസ് നിൽക്കുന്നു. ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് 79 ആണ്. ഈ വീട് ഇത് നമ്മുടെ വാസ്തുപ്രകാരം നോക്കുകയാണെങ്കിൽ ഇത് എവിടെ പോയി? കന്നിയിൽ പോയി. കന്നിയിലാണ് മെയിൻ ഡോർ കൊണ്ട് വെച്ചിട്ടുള്ള കഥ പറയുന്നത്. പക്ഷേ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ 79 ആണെങ്കിൽ ഉറപ്പായിട്ടും ശരിക്കും പൈസ വരുന്ന വീടാണ്. പൈസ ഇടിച്ച് കയറിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു വീടാണ്, യാതൊരു സംശയവുമില്ല. കാരണം അത്തരത്തിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് അവിടെ എൻട്രൻസിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ദിക്കുകളെ പറ്റി പറഞ്ഞു. മൂന്നാമതൊരു ദിക്കിനെ പറ്റി പറയാം. ഇതിൻ്റെ ഈ നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് ഇതിൻ്റെ പ്രധാന ഡോറ്. ഇവിടെയാണ് ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാസ്തുപ്രകാരം പറയുന്നത് എന്താണ്? നമുക്ക് ഈശാന്യത്തിൽ ഇവിടെ ഡോർ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ഞാനും അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഫ്ലൈങ് സ്റ്റാർ 4-3 കോമ്പിനേഷൻ ആണെങ്കിൽ, എല്ലാ നോർത്ത് ഈസ്റ്റിലും 4-3 കോമ്പിനേഷൻ അല്ല വരുന്നത്. പക്ഷേ ഇവിടെ വരുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പർ നോർത്ത് ഈസ്റ്റിലെ ഈ കോമ്പിനേഷൻ 4-3 കോമ്പിനേഷൻ ആണെങ്കിൽ ഈ വീട് എന്നും കലഹവും വഴക്കും കേസും ഉള്ള വീടുകളാവാൻ സാധ്യത വളരെ 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 കൂടുതലാണ്. കാരണം ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഇവരുടെ ജീവിതത്തെ സ്വാധീനിച്ചു, ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഇവരുടെ ജീവിതത്തെ സ്വാധീനിച്ചു, ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഇവരുടെ ജീവിതത്തെ സ്വാധീനിച്ചു. ഇവിടെ ടോട്ടൽ ലോസിന്റെ രൂപത്തിലാണെങ്കിൽ ഇവിടെ സമ്പത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും ആഘോഷങ്ങളുടെയും രീതിയിലാണ് ഇവരെ സ്വാധീനിക്കുന്നത്. ഇവിടെയാണെങ്കിലോ കലഹത്തിന്റെ രീതിയിലാണ് സ്വാധീനിക്കുന്നത്. അതേസമയം ഇവിടെയാണ് ഇവരുടെ പ്രധാന ഡോർ എന്നുണ്ടെങ്കിൽ ഇവരെ സദാ മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ടേയിരിക്കും. അതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നിന്ന് ഏത് രീതിയിലായാലും, ഇവരുടെ പൈസയായാലും ഇവരുടെ സ്വർണ്ണങ്ങളായാലും, ചിലപ്പം ഒരു സ്വർണ്ണം വാങ്ങിച്ചിട്ട് ഞാൻ ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് പണയം വയ്ക്കാം, അത് കഴിയുമ്പോൾ എനിക്ക് ഇന്ന ചിട്ടി പൈസ കിട്ടാണ്ട് അപ്പോഴും ഞാൻ എടുത്ത് തരാമെന്നും പറഞ്ഞ് ഇവർ വാങ്ങിച്ചുകൊണ്ട് പോകും. 2 ആഴ്ചയല്ല, 2 മാസമല്ല, 2 വർഷം ആയാലും ഈ പൈസ കിട്ടത്തില്ല. എങ്ങനെയാണെങ്കിൽ ഇവരുടെ വീടിൻ്റെ എൻട്രൻസിലെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഈ പറയപ്പെടുന്ന സ്റ്റാർ ആണെങ്കിൽ. അപ്പോൾ ഒരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറിന് വളരെ 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 പ്രാധാന്യമുണ്ട്. അത് നോക്കി ആണ് നമ്മൾ വീട് വയ്ക്കുന്നതെങ്കിൽ അത് ഒരുപാട് ഗുണങ്ങൾ കൊണ്ട് തരാനും പറ്റും. അത് നിങ്ങളുടെ വീടിൽ അതിൻ്റെ സ്ഥാനം ഉണ്ടെങ്കിൽ അത് അതാത് സ്ഥലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ചില വീടുകളിൽ അപൂർവമായിട്ട് 2 ഡോറുകൾ ഉണ്ടാവും. അപ്പോൾ അവർ ഒരു ഡോറ് ക്ലോസ് ചെയ്തിട്ടാക്കും, ഒരു ഡോറ് ഓപ്പൺ ചെയ്തിട്ടാക്കും. ഇപ്പോൾ ഫ്ലൈങ് സ്റ്റാർ പോയി എടുത്തു, ഒരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ പോയി എടുത്തപ്പോൾ അവർക്ക് വടക്ക് ദർശനമാണെന്ന് കരുതുക. വടക്ക് ദർശനത്തിൽ ഇവിടെ അവർക്കൊരു ഡോറുണ്ട്. ഈ ഡോർ എവിടെയാണ് നിൽക്കുന്നത്? 25-ലാണ് നിൽക്കുന്നത്. ഈ ഡോറാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവർക്ക് ഇവിടെയും ഒരു ഡോർ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയുള്ള വീടുകൾ കണ്ടിട്ടില്ലേ? ഫ്രണ്ടിൽ തന്നെ 2 ഡോർ വരുന്ന വീടുകൾ. അപ്പോൾ ഇവിടെ ഒരു ഡോറുണ്ട്, ഇവിടെ ഒരു ഡോറുണ്ട്. ഈ ഡോറാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡോർ അവർക്ക് കൊടുക്കുന്ന ഗുണമെന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ലോസ് ആണ്. ഗുണമല്ല, ദോഷമാണ്. എന്താണ്? ടോട്ടൽ ലോസ് ആണ്. അതേസമയം ഈ ഡോർ ക്ലോസ് ചെയ്തിട്ട് അവർ ഈ ഡോറാണ് ഉപയോഗിച്ചെങ്കിലോ ഇത് തൊഴിൽപരമായിട്ട് ഒരുപാട് 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 നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഇതാണ് ഫ്ലൈങ് സ്റ്റാർ നമ്പറിൻ്റെ പവർ.
അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിരിക്കണം. രണ്ട് സ്ഥലത്തെങ്കിലും, ഒന്ന് നിങ്ങളുടെ എൻട്രൻസിലും ഒന്ന് നിങ്ങളോ നിങ്ങളുടെ കുട്ടികളോ കിടക്കുന്ന ബെഡ്റൂമിലെയും ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ ഉറപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഫെങ്ഷുയി കൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ചില ടൂളുകൾ നോക്കാം. ഇതൊരു ഓമ്പലാണ്. ഇത് വീട്ടിലും നമ്മുടെ വീടിൻ്റെ പരിസരത്തും നമ്മുടെ സ്ഥാപനങ്ങളിലും ഉള്ള നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഇത്തരത്തിലുള്ളൊരു ഓമ്പൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു വൈബ്രേഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു ഹൈ പോസിറ്റീവ് എനർജി അതിന് ചുറ്റും ഉണ്ടാവും. അതുപോലെ നമുക്ക് നമ്മുടെ ടേബിളിലും ഓഫീസ് ടേബിളിലും ഒക്കെ വെക്കാൻ പറ്റിയ മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ലോട്ടസ് ആണ്, ക്രിസ്റ്റലിൻ്റെ ലോട്ടസ് ആണ്. ഇതൊരു ഹൈ പോസിറ്റീവ് എനർജി തരുന്ന ഒരു ടൂളാണ്. ഹസ്ബൻഡും വൈഫും തങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറാനും പരസ്പരം ഐക്യം കൂട്ടാനും മാൻഡേരിയൻ ഡെക്ക് എന്ന് പറയുന്ന സ്റ്റാച്ചു അവരുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കാം. നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ശരിക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ലക്കി ക്യാറ്റ് വെക്കാം. പ്രധാന ഡോറിലേക്ക് നോക്കി ഇതിനെ വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.